നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജാമ്യമില്ലെന്ന തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയും കേട്ട് കൂസലില്ലാതെ ചിരിച്ചു പുറത്തേക്കിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ അത്ര സുഖകരമാണോ ആ ചിരി? മുൻപ് 2 കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ രാഹുലിന് വല്ലാത്ത ആശ്വാസമായിരുന്നു. പക്ഷേ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയിൽ രാഹുലിന് കുരുക്കാകുന്ന ചിലതുണ്ട്. വാദപ്രതിവാദങ്ങളുടെ അവസാന 10-ാം മിനിറ്റിലാണ് 3-ാം പരാതിക്കാരി കോടതിയിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞത് രാഹുലിന്റെ അഭിഭാഷകൻ തിരിച്ചറിഞ്ഞതും അപകടം മണത്തതും. അതുവരെ രാഹുലിന്റെ അഭിഭാഷകൻ അജിത് കുമാർ 3-ാം പരാതിക്കാരിയെ വലിച്ചു കീറുന്ന വാദങ്ങൾ പയറ്റുകയായിരുന്നു. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്, നിരന്തരം കാണണമെന്നാവശ്യപ്പെട്ടത്, ഹോട്ടലിൽ മുറിയെടുത്തത്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തത് തുടങ്ങി എല്ലാ വശവും അജിത്ത് നിരത്തി. അതിജീവിതയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് കോടതിയിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു ശാസ്തമംഗലം അജിത് കുമാർ നടത്തിയത്. പരാതിക്കാരി കാനഡയിലിരുന്ന് ഒരു പരാതി അയക്കുന്നു. പരാതിയിൽ ഒപ്പില്ല, വൈദ്യപരിശോധന നടത്തിയില്ല തുടങ്ങി കോടതി മുറിക്കുള്ളിൽ രാഹുലിന്റെ വക്കീൽ എല്ലാം എടുത്തിട്ടലക്കി. കോടതിയുടെ വിധി പ്രസ്താവത്തിലാണ് അതിജീവിത കോടതിയിൽ നടത്തിയ നീക്കം രാഹുലും അഭിഭാഷകനും ആ നിമിഷം തിരിച്ചറിയുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ലെന്ന വാദമടക്കം കോടതി പാടെ തള്ളിക്കളഞ്ഞു. ഡിജിറ്റൽ ഒപ്പ് മതിയെന്നും നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നുള്ള പ്രതിയുടെ വാദം നിലനിൽക്കില്ല. മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ കോടതിക്ക് നേരിട്ട് പരാതിക്കാരി ഇമെയിൽ അയച്ചിരുന്നുവെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴി മൊഴിയും ഡിജിറ്റൽ ഒപ്പും മതിയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. അറസ്റ്റ് നിയമപരമാണെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിശദീകരിച്ചു. അറസ്റ്റ് നിയമപരമാണെന്നും കേസിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുള്ള പ്രതിയുടെ വാദങ്ങൾ നിലനിൽക്കില്ല എന്നും വ്യക്തമാക്കിയ കോടതി അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതും നിരീക്ഷിക്കുന്നു. ഇതൊരു കുരുക്കാണ്. ഇവിടെയാണ് 3-ാം പരാതിയിൽ കൃത്യമായ പ്ലാനിട്ടാണ് രാഹുലിനെ തൂക്കിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നത്. തീർന്നില്ല, വിധി പകർപ്പിലെ മറ്റു കുരുക്കുകൾ കൂടി ഇങ്ങനെയാണ്. രാഹുലിനെതിരായ പരാതി ഗുരുതരമാണെന്ന് വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട്. പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പരിഗണിക്കുന്നുവെന്നും കോടതി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല എന്നും കോടതി വിധിപ്പകർപ്പിൽ പറയുന്നു. ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി നിരീക്ഷിക്കുന്നു. ഇതുവരെ രാഹുൽ പറഞ്ഞിരുന്നത് എന്താണ്? ബലാത്സംഗമില്ല, എല്ലാം ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധമാണ് എന്നുള്ളത്. എന്നാൽ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നുള്ളത്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതിന് തെളിവില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഹോട്ടലിൽ മുറിയെടുക്കാൻ അതിജീവിതയെ രാഹുൽ നിർബന്ധിച്ചുവെന്നും കോടതി പരാമർശിച്ചു. അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. രാഹുൽ നിഷ്കളങ്കനല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുമ്പോൾ മുന്നിൽ വലിയ ഒരു പാതാള കുഴിയാണ് പാലക്കാട് MLAക്കുള്ളത്. 2 പരാതികളിൽ ഏതൊക്കെ പഴുതുകൾ ഉപയോഗിച്ചാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ആ പഴുതുകളെല്ലാം അടച്ചുള്ളതാണ് 3-ാം പരാതി. കൃത്യമായ പ്ലാനിട്ട് തൂക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇവിടെ രാഹുലിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് വിശദമായി നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ് നടത്തിയ കൈവിട്ട കളി തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അതിജീവിതമാരെ അപമാനിച്ചുള്ള അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ് പങ്കുവച്ചത്, അത് പ്രചരിപ്പിച്ചത്, അതിജീവിതമാർക്ക് നേരെ കൊലവിളി നടത്തിയത്, ഫെനി നയനാൻ പങ്കുവച്ച പോസ്റ്റുകളും സ്ക്രീൻഷോട്ടുകളും വിനയായി. രാഹുൽ കസ്റ്റഡിയിലായിരിക്കുമ്പോഴും പുറത്ത് തന്റെ ശിങ്കിടികളെ ഉപയോഗിച്ച് അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയെന്ന വാദം പ്രോസിക്യൂഷൻ സമർത്ഥിച്ചു. തുടരെ ഫെനി പങ്കുവച്ച കുറിപ്പുകൾ 3-ാം പരാതിക്കാരിയെ അപമാനിക്കുന്നതായിരുന്നു. കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താൻ കെൽപ്പുള്ളയാൾ പുറത്തിറങ്ങിയാൽ അവരെ അപകടപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ സമ്മർദ്ദം ചെലുത്താനോ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു. അന്വേഷണത്തോട് സഹകരിക്കാതെ നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ഇയാൾ ചെയ്യുന്നതെന്നും ചോദ്യം ചെയ്യലിൽ ചിരിച്ചുകൊണ്ട് പോലീസിനെ പുച്ഛിക്കുന്നു, ഫോണിന്റെ പാസ്വേഡ് നൽകുന്നില്ല, ഇതൊക്കെ അന്വേഷണത്തെ ബാധിച്ചു. അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന രീതികളല്ല ഇയാളിൽ നിന്നുണ്ടാകുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു.
മുൻപ് ഒളിവിൽ പോയ ഇയാൾക്ക് വമ്പന്മാരുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ജാമ്യം ലഭിച്ചാൽ രാഹുൽ തന്റെ സ്വാധീനം പൂർണ്ണമായും ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതായത് രാഹുൽ തല പൊക്കാത്ത വിധത്തിൽ പ്രോസിക്യൂഷന്റെ വാദം നടന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇത്തരത്തിലുള്ള പ്രവണതകളെ പൂർണ്ണമായും വിമർശിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണ് രാഹുലിന്റെ മുൻപിൽ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ സർവ്വശക്തിയും എടുത്ത് ഇറങ്ങാനാണ് രാഹുലും അഭിഭാഷകനും തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിന് ജാമ്യം കിട്ടാതായതോടെ അടൂരിലെ വീട്ടിൽ തളർന്നിരിക്കുകയാണ് അമ്മ. സൈബറിടത്തിൽ അമ്മയും പെങ്ങളും വേട്ടയാടപ്പെടുകയാണ്. അതിജീവിതമാർക്കെതിരെ ഒരു കമന്റ് പോലും വന്നാൽ കേസെടുക്കാൻ മുട്ടി നിൽക്കുന്ന സൈബർ പോലീസ് രാഹുലിന്റെ അമ്മയും പെങ്ങളും വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ട് കാണുന്നില്ല? അവർക്കും നീതി വേണ്ടേ? നിയമവും അവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടേ? രാഹുൽ തെറ്റ് ചെയ്തുവെങ്കിൽ കുടുംബത്തെ എന്തിനാക്രമിക്കുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നു. അടൂരിലെ വീടിന് നേരെ കൂക്കുവിളിയും തെറിവിളിയും ഒക്കെയാണ്. രാത്രിയോ പകലെന്നോ ഇല്ലാതെ വീടിന് നേരെ ചിലരുടെ അസഭ്യവർഷം. അതായത് ഒരു കൂട്ടം രാഹുൽ വിരോധികൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. തനിക്ക് കുരുക്കാകുന്ന ഇത്രയും വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വളപ്പിലേക്ക് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. കോടതി മുറിക്കുള്ളിൽ നടന്നത് അത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല. കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ വിശദമായി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുകൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അതായത് പ്രോസിക്യൂഷനും രാഹുലിന്റെ വക്കീലും തമ്മിൽ നടന്ന ആ വാദമുഖം കൂടി നമുക്കൊന്ന് നോക്കാം. പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിജീവിതയുടെ കലുഷിതമായ ദാമ്പത്യ ജീവിതത്തിൽ ആശ്വാസം നൽകിക്കൊണ്ടാണ് വിശ്വാസം നേടിയെടുത്ത് പ്രതി ബന്ധം സ്ഥാപിച്ചത്. പൊതുജനമധ്യത്തിൽ തന്നെ തിരിച്ചറിയുമെന്ന കാരണത്താൽ റെസ്റ്റോറന്റിലെ കൂടിക്കാഴ്ച ഒഴിവാക്കി അതിജീവിതയുടെ പേരിൽ തന്നെ ഹോട്ടൽ മുറിയെടുക്കാൻ പ്രതി നിർബന്ധിച്ചു. മുറിയിൽ പ്രവേശിച്ച ഉടൻ പ്രതി ഇരയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും എതിർത്തപ്പോൾ മർദ്ദിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. വദനരതിക്കും നിർബന്ധിച്ചു. പീഡനത്തെ തുടർന്ന് അതിജീവിത ഗർഭിണിയായെങ്കിലും അത് ഗർഭഛിദ്രത്തിൽ കലാശിച്ചു. വിവരമറിഞ്ഞ പ്രതി അതിജീവിതയുടെ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും പിതാവിനെ അപായപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇവിടെ പ്രതിഭാഗത്തിന്റെ വാദം അതൊന്ന് നോക്കാം. ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. അതിജീവിത സ്വന്തം പേരിലാണ് മുറി ബുക്ക് ചെയ്തത് എന്നത് ഇതിന് തെളിവാണ്. പരാതി നൽകുന്നതിൽ അമിതമായ കാലതാമസമുണ്ടായി. BNSS പ്രകാരം 3 ദിവസത്തിനുള്ളിൽ ഇര FIS-ൽ ഒപ്പിട്ടില്ലെന്നും നിർബന്ധിത വൈദ്യപരിശോധന നടത്തിയിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. ഇര താനുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിലായിരുന്നുവെന്നും അവൾ അവിവാഹിതയാണെന്ന ധാരണയിലായിരുന്നു താനെന്നും ഹർജിക്കാരൻ ബോധിപ്പിച്ചു. FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ അമിതമായ താമസം ഉണ്ടായിട്ടുണ്ടെന്നും രാഹുലിന്റെ വക്കീൽ സമർപ്പിച്ചു. IPC സെക്ഷൻ 376 പ്രകാരം ഒരു കുറ്റം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം അത് പ്രതി കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ തക്ക കാരണമാകുന്നില്ല എന്നും പ്രത്യേകിച്ച് ആരോപണങ്ങൾ അവിശ്വസനീയവും സമകാലികമായ തെളിവുകൾക്ക് വിരുദ്ധവും മെഡിക്കൽ അല്ലെങ്കിൽ ഫോറൻസിക് തെളിവുകളുടെ പിന്തുണയില്ലാത്തതുമാകുമ്പോൾ ഇത് അപ്രസക്തമാണെന്നും അധിക കാരണങ്ങളായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇലക്ട്രോണിക് ആശയവിനിമയമായിരുന്ന FIS-ൽ 3 ദിവസത്തിനുള്ളിൽ ഇര ഒപ്പിട്ടില്ലെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 184(1) പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ള ഇരയുടെ നിർബന്ധിത വൈദ്യപരിശോധന ഈ കേസിൽ നടത്തിയിട്ടില്ല എന്നും രാഹുലിന്റെ അഭിഭാഷകൻ ബോധിപ്പിച്ചു കോടതിയെ. 11/1/2026 അർദ്ധരാത്രി 12:30 തന്നെ കസ്റ്റഡിയിലെടുത്തതായും അറസ്റ്റിന്റെ കാരണങ്ങൾ ഉടനടി തന്നെ അറിയിച്ചില്ല എന്നും ഹർജിക്കാരൻ സമർപ്പിച്ചു. തിരുവല്ലയിലെ ഹോട്ടലിൽ ഇര സ്വന്തം പേരിലാണ് മുറി ബുക്ക് ചെയ്തതെന്നും ഇത് ഹർജിക്കാരനെ കാണാൻ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തുവെന്നാണ് കാണിക്കുന്നതെന്നും ഇത് അവർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ രംഗത്ത് വന്നു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. ഹർജിക്കാരൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും ഹർജിക്കാരന്റെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അവസാനിച്ചതുകൊണ്ട് മാത്രം അന്വേഷണം പൂർത്തിയായെന്ന് പറയാനാകില്ല എന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. ഹർജിക്കാരൻ ഒരു നിലവിലുള്ള MLA ആണെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്തു പറഞ്ഞു. ഈ കേസിൽ ഇരയ്ക്കെതിരെ നിലവിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഹർജിക്കാരനെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരന്റെ സമാനമായ മുൻകാല ചരിത്രവും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ
ബോധിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പ്രകാരം കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഹർജിക്കാരൻ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ കേസിലെ ഇരയ്ക്കെതിരെയും ഹർജിക്കാരനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു കേസുകളിലെ ഇരകൾക്കെതിരെയും ഹർജിക്കാരന്റെ പ്രേരണയാൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഹർജിക്കാരനെ ജാമ്യത്തിൽ വിടുന്നത് കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു. ശേഷമായിരുന്നു ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തുടർന്നായിരുന്നു ജഡ്ജി ഉത്തരവ് പ്രഖ്യാപിച്ചത്. രാഹുലിന് ജാമ്യമില്ല എന്ന് ഒറ്റവരിയിൽ പറയുകയായിരുന്നു. പിന്നീടായിരുന്നു അതിജീവിത കോടതിയെ തന്റെ വിവരങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വലിയൊരു കുരുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപിലുണ്ട്. ആ കുരുക്കഴിക്കാൻ പാലക്കാട് MLAക്ക് കഴിയുമോ? അതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.